നമുക്കിതുപോലെ കറ പിടിച്ച ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കതെല്ലാം മാറ്റി നല്ല പുത്തൻ പാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ, ഇവിടെ ഞാൻ പ്രില്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ 1 ടേബിൾ സ്പൂണോളം മതിയാവും. കുറച്ചൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരു ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി. ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. പിന്നെ ഒരു സ്ക്രബ്ബറും കൂടി, അല്ലെങ്കിൽ നല്ല ചകിരി വെല്ലം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ നന്നായിട്ടൊന്ന് ഉരച്ച് കഴിക്കാൻ മതി. ഇപ്പോൾ ഇവിടെ എൻ്റെ പാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ കറുത്ത കറ പോലെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൈവ് റിസൾട്ടാണ്. അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി കാണിക്കുക. ഇതേണ്ട ഇതിപ്പോൾ കഴുകിയെടുത്തതാണ്. കറയെല്ലാം മാറി നല്ലൊരു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഇതിൽ കൂടെ കാണുന്നതുകൊണ്ടാണ്, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ പിക്ചറും കൂടെ കാണിച്ചു തരാം. ഇതാണ് പഴയ കോലം. അപ്പം അത് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വിളക്കാണെങ്കിലും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിൻ്റെ ആ കറയെല്ലാം മാറി നല്ലൊരു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ.